GFHന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആട് വളർത്തൽ ലാഭകരമാണോ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആട് വളർത്തലിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ എപ്പോഴും അത് നല്ലൊരു ഫൈറ്റ് ഉണ്ടാകുന്നൊരു സംഭവമാണ് കേട്ടോ. ചിലവർക്ക് ശരിയാകും, ചിലവർക്ക് ശരിയാകത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെ ആട് വളർത്തൽ ചിലവർക്ക് ലാഭകരവും ചിലവർക്ക് നല്ല രീതിയിൽ നഷ്ടം ഉണ്ടാകുന്ന ഒരു സാധനം തന്നെയാണ് ആട് വളർത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ആട് വളർത്തലിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആണ് പറഞ്ഞു തരുന്നത്. എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ പേർക്ക് അറിയാവുന്നതായിരിക്കും. കൂടുതൽ പേര് പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഇതിനൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതി തനതായ രീതികളും കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമുക്കപ്പോൾ ചോദിച്ചു നോക്കാം. അപ്പൂസേ, അപ്പച്ചൻ എന്തി ഇവിടെ ഉണ്ടോ? ഓ ശരി ശരി ശരി. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒറ്റ ചോദ്യം, ആട് വളർത്തൽ ലാഭകരമാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ആട് വളർത്തൽ ലാഭകരം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ആട് വളർത്തൽ തന്നെയല്ല മറ്റ് തൊഴിലുകളിലൂടെ ചെയ്ത് നമുക്ക് ആടുകൾക്കുള്ള തീറ്റയ്ക്കുള്ള ചിലവിനും വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള ചിലവിനും എടുക്കുന്നതുകൊണ്ട് ആട് വളർത്തൽ ലാഭകരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്രോസ് ബ്രീഡ് ആടുകളെയാണ് ഹൈബ്രിഡ് ആടുകളെയാണ് വളർത്തുന്നത്. ഒരു ആട് പ്രസവിച്ച് കഴിയുമ്പോൾ ചിലതിനൊക്കെ 4 കുഞ്ഞുങ്ങളൊക്കെ കാണും. 4 കുഞ്ഞുങ്ങളുണ്ടെന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഈ 4 പേരെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചില പ്രയാസമുള്ള കാര്യമാണ്. ആ 4 കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഓർണത്തിൻ്റെ നിൽപ്പുണ്ട്, അത് നിങ്ങളെ കാണിക്കുകയും ചെയ്യും. ഞാൻ ഇപ്പോഴേ നമ്മൾ ഇതിന് തീറ്റ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാവിലയാണ് കൂടുതലും കൊടുക്കുന്നത്. കാരണം പ്ലാവ് വെട്ടുന്ന ഓരോരുത്തർ പ്ലാവിലേക്ക് വേണ്ടി വിളിക്കും, നമ്മൾ ഇന്ന് കയറ്റിക്കൊണ്ട് വരും. അങ്ങനെ ഇവിടെ ഒഴിയാതെ പ്ലാവില കിട്ടുന്നുണ്ട്, തീറ്റയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ പിണ്ണാക്ക് ഐറ്റംസ് എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേങ്ങാ പിണ്ണാക്ക് അത് കൊടുക്കുന്നുണ്ട്, സോയാ തവിട് കൊടുക്കുന്നുണ്ട്, പരുത്തി പിണ്ണാക്ക് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഞാൻ കൊടുക്കുന്ന തീറ്റകൾ. കടല പിണ്ണാക്കിന് പിന്നെ 65 രൂപ 60 രൂപ വിലയൊക്കെയാണ്. അതുകൊണ്ട് അത് മിനിമമായിട്ട് കുറേശ്ശേ കൊടുക്കുകയുള്ളൂ. പിന്നെ സപ്ലിമെൻറ്റുകൾ കൃത്യമായ സമയങ്ങളിലൊക്കെ ഇവർക്ക് ഞാൻ കൊടുക്കുക പതിവുണ്ട്. കുഞ്ഞുങ്ങളുണ്ടായാൽ കുഞ്ഞുങ്ങൾക്ക് ഗ്രോയ് പ്ലസ് കൊടുക്കുക പതിവുണ്ട്. അതുപോലെ തന്നെ കറക്റ്റ് സമയങ്ങളിലൊക്കെയും വിര ഇളക്കുന്ന ഒരു രീതികളുണ്ട്. അന്നേരം 1 മാസം നമ്മൾ വിര ഇളക്കാൻ താമസിച്ചുവെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്ക് 1 മാസത്തോളം വ്യത്യാസം വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആടിൻ്റെ ശരീരത്തേക്ക് പിടിക്കാനുള്ള ഇതൊക്കെയും ആഹാരങ്ങൾ പോഷകങ്ങളൊക്കെയും ഈ വിര വലിച്ചങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ചംശം മാത്രമല്ല നമ്മുടെ ആടുകൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കൃത്യമായ സമയങ്ങളിൽ മാത്രം ആട്ടിൻകുട്ടികൾക്ക് ഒരു 6 മാസം വരെ എല്ലാ മാസവും കൃത്യമായ സമയങ്ങളിൽ വിര ഇളക്കുന്നു. വലിയ ആടുകൾക്ക് ഒരു 6 മാസത്തിലൊരിക്കൽ മാത്രമേ കൊടുക്കുള്ളൂ. സാധാരണ ഈ കൂട്ടത്തിലുണ്ടാറായ ആടുകൾക്കൊക്കെ ആണെങ്കിൽ കൂട്ടത്തിൽ വിടുന്നതിന് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ ഏറെക്കുറെ കണക്കറിയാമല്ലോ. വളർത്തുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആടുകളുടെ രീതികളും കാര്യങ്ങളൊക്കെ നമുക്ക് സ്വയമേ മനസ്സിലാകും. അതുകൊണ്ട് അങ്ങനെ നമ്മൾ കൃത്യമായ സമയങ്ങളിൽ വരെ മരുന്ന് കൊടുത്തിട്ടാണ് ക്രോസിങ്ങിന് കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ചന വീടിച്ച് കഴിയുമ്പോൾ ഒരു 3.5 മാസമാകുമ്പം നമ്മൾ വരെ ഇളക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 130 ദിവസമാകുമ്പം വരെ മരുന്ന് കൊടുക്കുകയും, വരെ മരുന്നെന്ന് പറയുമ്പം ചനപ്പുറത്ത് എല്ലാ മരുന്നുകളും കൊടുക്കാൻ പാടില്ല. അതിന് കൊടുക്കേണ്ട പ്രത്യേക മരുന്നുകളുണ്ട്. അത് ഡോക്ടേഴ്സിനോട് ചോദിച്ചുമ്പോൾ അതാണ് കൊടുക്കേണ്ടത്. അത് 130-ാം ദിവസം വരെ ഇളക്കുന്നു. അത് കഴിഞ്ഞ് 135-ാം ദിവസം വീണ്ടും ഒരു TT എടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ പ്രസവവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെയും സമയങ്ങൾ നമ്മൾക്ക് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വളർത്തുന്നവർക്ക് അവരുടെ ഈ രീതികളും അവരുടെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോഴും നമ്മളത് അനുസരിച്ച് നമ്മളെ കൃത്യമായ സമയത്ത് നമ്മൾ അതിൻ്റെ അടുത്ത് കാണുകയും കുഞ്ഞുങ്ങളെ മാറ്റുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആട് വളർത്തൽ നല്ല ലാഭം എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ലാഭം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതുപോലെ അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. തക്ക സമയങ്ങളിൽ സപ്ലിമെൻറ്റ് കൊടുക്കുന്നുണ്ട്, വിര ഇളക്കുന്നുണ്ട്. തീറ്റി കാര്യങ്ങൾ ക്രമമായിട്ട് ഓവറായിട്ട് ഒന്നിനും കൊടുക്കില്ല. ഒരാട് പിണ്ണാക്ക് ഒരു ദിവസം തിന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അതെടുത്ത് ഉടനെ അടുത്ത ആടിനെ കൊടുത്ത് ദഹനക്കേട് വരുത്തുക അങ്ങനെയുള്ള ഇതൊന്നും ചെയ്യത്തില്ല. അങ്ങനെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആട് വളർത്തൽ ലാഭകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നിൽക്കുന്ന മുട്ടൻ ആട് ഞാൻ ഇപ്പം വിലയ്ക്ക് മേടിച്ചതാണ്, നാളെ കൊടുക്കാനുള്ളതാണ്. അങ്ങനെ നമ്മൾക്ക് ആടിൻ്റെ ചിലവിനേക്കുള്ള പൈസ സ്വരൂപിക്കാൻ സാധിക്കും. അല്ല എങ്കിൽ ക്രോസിങ്ങിനായി ഒരു മുട്ടനെ വളർത്തിയാൽ അതിൽ കൊണ്ട് പൈസ കൊണ്ട് മാത്രമായിട്ട് ആടിൻ്റെ ചിലവുകൾ നടത്താൻ സാധിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്രോസിങ്ങിനായും വലിയ മുട്ടന്മാരെ വളർത്തത്തില്ല.
വളർത്തത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ വലിയ മുട്ടന്മാരെ വളർത്തിയിട്ടില്ല, അതുകൊണ്ട് വളർത്തില്ല. ഞാൻ പുറത്ത് കൊണ്ടുപോയി ക്രോസ് ചെയ്യിക്കത്തേയുള്ളൂ. ബീറ്റലിനും അങ്ങനെയൊക്കെയുള്ളതിനെ ക്രോസ് ചെയ്യിക്കത്തുള്ളൂ. അതിൻ്റെ ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നിങ്ങളെ ഇപ്പം 4 കുഞ്ഞുങ്ങളുള്ളതിനെ കാണിക്കുകയും ചെയ്യാം. ഇതിൻ്റെ അകത്താണല്ലേ മുട്ടനെ ഇപ്പോൾ പറഞ്ഞ 4 കുഞ്ഞുങ്ങളുള്ളത്? ഇപ്പോൾ 4 കുഞ്ഞുങ്ങളിൽ ഇവർക്ക് 4 പേർക്കും കൂടെ ഇതിനകത്ത് കിടക്കാനുള്ള സ്ഥലം കുറവായതുകൊണ്ട് ഒരാളിനെ ഞാൻ അങ്ങോട്ടങ്ങ് മാറ്റിയിട്ടുണ്ട്. മെയിൻ കൂട്ടിലേക്ക് മാറ്റി. അപ്പോൾ 3 പേര് ഇതിൻ്റെ അകത്തുണ്ട്. 3 പേര് ഇതിനകത്തുണ്ട്. ഒരു മുട്ടനും ഒരു 2 പെണ്ണുമാണ്. ഇതിൻ്റെ അകത്തുണ്ട് 3 പേര് ഇതിൻ്റെ അകത്തുണ്ട്, ഒരാൾ അപ്പുറത്തുണ്ട് കേട്ടോ. അതിനെ കാണിച്ചോ? കാണിച്ചു. അത് ഒരു മുട്ടനാണ് നിൽക്കുന്നത്. ഇതാണ് 4 എണ്ണത്തിൽ 1 എന്നുള്ളത്. അപ്പുറത്തെ കൂട്ടിൽ 3 എണ്ണത്തെ ഇട്ടിരിക്കുന്നു. ഇവിടോട്ട് ഒരെണ്ണത്തിനെ കയറ്റി 3-4 പേർക്കൊണ്ട് അവിടെ കിടക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഒരെണ്ണത്തിനെ കൂടി ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത്. ഇവരൊക്കെ ഇപ്പോൾ 7 മാസം പ്രായമായ കുഞ്ഞുങ്ങളാണ്. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിച്ചേ, നമ്മളെ കൂടുകളെല്ലാം തന്നെ ഇതിപ്പോൾ നമ്മുടെ മെയിൻ കൂടാണ്. ഇതിൻ്റെ അകത്തൊരു ഇടിയൊന്നും ഉണ്ടാകാതെ നമ്മുടേത് ഇച്ചിരി ഹൈറ്റും വെയിറ്റും എല്ലാം ഉള്ള ഹൈബ്രിഡ് ടൈപ്പ് ആളായതുകൊണ്ട് നമ്മൾ കള്ളിയിൽ വെച്ചിട്ട് നമുക്ക് കള്ളി അനുസരിച്ച് കെട്ടാം. അതായത് ഒരു സൈഡിൽ തന്നെ 6 എണ്ണത്തിനെ കെട്ടാവുന്ന രീതിയിലാണ് കള്ളി അടിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു സൈഡിൽ 3 എണ്ണമോ അല്ലെങ്കിൽ 4 എണ്ണത്തിനെ മാക്സിമം കെട്ടാറുള്ളൂ. കാരണം അത്രയും ഹൈറ്റും ഇതുള്ളതായതുകൊണ്ട് കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കാൻ വേണ്ടിയും കാലും കൈയൊക്കെ നല്ല രീതിയിൽ ആട്ടിയൊക്കെ അതിന് എക്സസൈസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിൽ നമ്മൾ ഒത്തിരി കുറുക്കി കെട്ടാതെ അത്യാവശ്യം ഫ്രീ ആയിട്ട് വിട്ടേക്കുന്നതുകൊണ്ടാണ് ഒരു സൈഡിൽ മാക്സിമം 4 എണ്ണത്തെ വരുള്ളൂ. ഏറ്റവും 3 എണ്ണമായിരിക്കും നിൽക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഇവിടുത്തെ ഇത് മെയിൻ കൂടാണ്. അവിടെ ഉള്ളത് നമ്മുടെ കുട്ടികളുടെ ഇടുന്നതാണ്. ഇപ്പുറത്ത് നമ്മുടെ ഒരു കുട്ടികളുടെ ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ കൂടുകളെല്ലാം തന്നെ തടിക്കൂടുകളാണ്. അതെന്താ കാരണം എന്ന് പറയാമോ? നമ്മൾ കൂടുതലും തടിക്കൂട് കൊണ്ട് തന്നെ കൂടുണ്ടാക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചിലവ് കുറഞ്ഞിരിക്കും. മെയിനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെയും നെറ്റിൻ്റെയും കൊണ്ടുള്ള കൂടുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആടിൻ്റെ മൂത്രം വീണ് കഴിയുമ്പം ഈ തൂണും പൈപ്പും കാര്യങ്ങളെല്ലാം നെറ്റുമൊക്കെയും ദ്രവിച്ച് കഴിഞ്ഞിട്ട് ഇത് എവിടെയെങ്കിലും ഒടിഞ്ഞിട്ട് ഈ ആടുകൾ അതിൻ്റെ ശരീരം ചൊറിയുന്ന ഉടനെ ഉരയ്ക്കുന്ന ഉടനെ ഇതിൻ്റെ ശരീരങ്ങൾ മുറിയാൻ സാധ്യതകൾ ഏറെയാണ്. അതുതന്നെയല്ല അധികം വലിയ ലൈഫൊന്നും കിട്ടത്തില്ല ഈ ഇരുമ്പ് കൊണ്ടുള്ള കൂട് ഉണ്ടാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് തുരുമ്പ് പിടിച്ച് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു കൊച്ചു കൂട് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് നെറ്റ് അടിച്ചിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അത് തീരെ പൊടിക്കുഞ്ഞുങ്ങളെ മാത്രം ഇടാനുള്ളതാണ്. ഒരു 2 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ വരെ അതിനകത്ത് ഇടത്തുള്ളൂ. എന്നിട്ട് തന്നെ അത് തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്, അതുങ്ങളുടെ മൂത്രമൊക്കെ പറ്റിയിട്ട്. അതുപോലെ തന്നെ ഇതുപോലെ പുൽക്കൂട് ഉണ്ടാക്കുന്നതും നമ്മൾ തന്നെ തടി കൊണ്ട് തന്നെയാണ്. ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ കൂടാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ചിലവ് കുറവുമാണ്. ഒരുപാട് കാശ് മുടക്കിയിട്ട് നമ്മൾ ആടിനെ അങ്ങനെ വളർത്തുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ അവരെ നല്ല രീതിയിൽ നമ്മൾ വളർത്തുകയും വേണം. അതിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ വളരെ സ്ട്രോങ് ആണ്. പനയാണ് ഇട്ടിരിക്കുന്നത്. ഇത്രയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആട് വളർത്തലിൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ആട് വളർത്തൽ എന്ന് പറയുന്നത് വളരെയധികം എപ്പിസോഡുകൾ ചെയ്യാൻ പറ്റുന്ന, വളരെ ലെങ്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡെപ്തി പറയാൻ പറ്റുന്ന കണ്ടൻറ്റുകൾ ചെയ്യാൻ പറ്റുന്നൊരു വിഷയം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് വഴി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് ഓരോ എപ്പിസോഡുകളായിട്ട് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ മറുപടി തരുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നൊരിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോട് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.